ഹായ്, ഇത് നമ്മളെ തൃശ്ശൂർ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതിൽ നമ്മൾ അഞ്ചാമത്തെ പ്രൊജക്റ്റാണ് കേട്ടോ. ഈ ഒരു വീട് വരാൻ പോണത് തൃശ്ശൂർ എളനാട്ടിലാണ്. അപ്പോൾ എലിവേഷൻ ഫൈനലായിട്ടില്ല, കാരണം പ്ലോട്ട് നമ്മൾ ഇതിനനുസരിച്ചിട്ട് ഇത് ഒരേ ലെവലിലാക്കാനുള്ള പ്ലാനിങ്ങിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ക്ലയൻസ് ആരും ഇവിടെ നാട്ടിലില്ലാത്ത ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ അവർ നമുക്ക് ലൊക്കേഷൻ തന്ന് നമ്മൾ സൈറ്റിൽ പോയി കണ്ടതിന് ശേഷം നമ്മളാണ് അവർക്ക് ഈ എലിവേഷനും പ്ലാനും അതുപോലെ തന്നെ ഈ സൈറ്റിൽ കറണ്ട് വരെ എടുത്തിരിക്കുന്നത് നമ്മളാണ്. അപ്പോൾ നല്ല അടിപൊളി പ്ലോട്ട് റോഡ് സൈഡിലാണ് വീട് വരുന്നത്. പക്ഷേ സ്ഥലത്തിൻ്റെ ഇതിനനുസരിച്ചിട്ട് നമ്മൾ ആദ്യം 2 ലെയറാക്കി ചെയ്യാനാണ് നോക്കിയിരുന്നത്. ഇപ്പോൾ ഇതാണ് പ്ലോട്ട്. ഇപ്പോൾ അതിനുള്ളിലേക്ക് നടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇത്രയും കാലത്തിൽ വാഴയായിരുന്നു. അതിന് മുന്നേ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ 2 ദിവസത്തിൻ്റെ ഉള്ളിൽ നമ്മളിത് എല്ലാം JCB വെച്ച് ക്ലിയർ ചെയ്തതിന് ശേഷം നമ്മളത് ഒറ്റ ലെവലിലുള്ള വീടാക്കി മാറ്റിയിട്ടുണ്ട്. ഇത് നമ്മൾ നെട്ടോട്ടം വീഡിയോ ആണ് കേട്ടോ. കാരണം തൃശ്ശൂരത്തെ 5 സൈറ്റ് കവർ ചെയ്യണം. അത് ഈ 2 പ്രാവശ്യമായിട്ട്. ഇളനാട് മാത്രമേ ഉള്ളൂ 1 പ്രാവശ്യം, ബാക്കിയുള്ള സൈറ്റൊക്കെ 2 പ്രാവശ്യമായിട്ട്. ഇത് നമ്മളെ തൃശ്ശൂരിലുള്ള വേറൊരു പ്രൊജക്റ്റാണ്. വീഡിയോ നീളല്ല കേട്ടോ, കാരണം നമ്മൾ ഈ നെട്ടോട്ടത്തിൻ്റെ ഇടയിൽ സൈറ്റിൽ പോയി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ മാത്രമേ സമയം കിട്ടിയിട്ടുള്ളൂ. വീഡിയോ എടുക്കാനൊന്നും സമയം കിട്ടിയിട്ടില്ല. അപ്പോൾ നേരത്തെ കണ്ടത് കൂർക്കഞ്ചേരി ആണെന്നുണ്ടെങ്കിൽ ഇത് ഇരിഞ്ഞാലക്കുട കേട്ടോ. ഇരിഞ്ഞാലക്കുടയിൽ നമുക്ക് 2 സൈറ്റുകളാണുള്ളത്. എൻ്റെ സ്പീഡ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ. ആ സൈറ്റിൽ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തുള്ളൂ, ബാക്കി നമുക്ക് സൈറ്റിലെ കാര്യങ്ങളൊക്കെ സംസാരിക്കണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നേരെ ഇരിഞ്ഞാലക്കുടയിലുള്ള അടുത്ത സൈറ്റിലേക്ക് എത്തി. അപ്പോൾ ഈ നെട്ടോട്ടം വീഡിയോയിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ, കാരണം നമുക്ക് ഫുള്ളായിട്ട് വീഡിയോയിൽ കോൺസെൻട്രേഷൻ ചെയ്യാനൊന്നും പറ്റില്ല. സൈറ്റിൽ പോകാണ്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാണ്ട് സൈറ്റിലെ ക്ലയൻറ്റിനോട് സംസാരിക്കാണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ ഇതൊക്കെ ആകുമ്പോൾ നമ്മൾ വീഡിയോൻ്റെ പിന്നാലെ പോവില്ല. കാരണം ഈ സൈറ്റിലെല്ലാം 2 പ്രാവശ്യമായിട്ട് ഞങ്ങൾ വന്നത് രാവിലെ പെരിന്തൽമണ്ണെന്നാണ്. പക്ഷേ എൻ്റെ ലക്ഷ്യസ്ഥാനം ഇന്ന് കോട്ടയത്തെത്തണം എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ സൈറ്റിലും കയറി എല്ലാ ആൾക്കാർക്കും ഇതൊക്കെ പറഞ്ഞു കൊടുക്കും വേണം. ക്ലയൻറ്റിനെ കാണണം, ക്ലയൻറ്റിനോട് സംസാരിക്കണം. നാട്ടിലില്ലാത്ത ക്ലയൻ്റ് ആണെന്നുണ്ടെങ്കിൽ അവരെ ഫോൺ വിളിച്ച് അവരോട് സംസാരിക്കണം. അപ്പോൾ അതിൻ്റെയൊക്കെ ഇടയിൽ നമുക്ക് വീഡിയോ എടുക്കാനും പിന്നെ ബാക്കിയുള്ള സൈറ്റിലെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അതൊന്നും നടക്കില്ല. ഓക്കെ, ഈ സാധനം ഇപ്പോൾ ഞാനിപ്പോൾ നേരത്തെ കാണിച്ചത് ജനലിൻ്റെ തിക്നെസ്. അത് 4 ഇഞ്ചിൻ്റെ ചുമരാണ്. പക്ഷേ നമ്മൾ 4 ഇഞ്ചിൻ്റെ ചുമരാണെങ്കിൽ കൂടി നമ്മൾ പ്ലാസ്റ്ററിങ് കാരണം ഉള്ളിലും പുറത്തും കൂട്ടിയിടുമ്പോൾ നമ്മൾ ജനലിൻ്റെ തിക്നെസ് കൂട്ടാറുണ്ട്. ഇതിൽ ചില വീഡിയോ കാണുന്ന ആൾക്കാർ ഞങ്ങളെ അമ്മൂനെ വിളിച്ചിട്ട് ചോദിക്കാറുണ്ട്, നിങ്ങളെ ജനലിൻ്റെ റേറ്റ് എത്ര, നിങ്ങളെ ഇതിൻ്റെ അതായത് ഡോർ ഫ്രെയിമിൻ്റെ ഇതിൻ്റെയൊക്കെ റേറ്റ് എത്രയാണ് വരുന്നത്. കാരണം ഓരോ ഡിസൈനിൽ ഇങ്ങനെ വീഡിയോസിൽ കാണുമ്പോൾ ഇവർക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാനൊരു ആകാംക്ഷ ഉണ്ടായിരിക്കും. ഇത് പിന്നെ നമ്മളെ 4 ചുമരിൻ്റെ ഉള്ളിൽ വരുന്ന കമ്പിയാണ്. അതൊന്നും ഇപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് പറയേണ്ട ആവശ്യമില്ല. കാരണം അവർ ചുമര് കാണുന്ന സമയത്ത് അവർ വിചാരം ഇത് വെറുതെ കോൺക്രീറ്റിൽ എന്തോ ചെയ്ത് വെക്കുകയാണെന്നാണ്. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചിട്ടൊന്നും ഞാൻ അധികാരിയായിട്ട് പറയേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ ഒരു 3 കള്ളി ജനലുണ്ട്, അല്ലെങ്കിൽ 4 കള്ളി ജനൽ, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന പോലത്തെ ജനൽ നിങ്ങൾ കൊട്ടേഷൻ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് അതൊരു റേറ്റ് ആയിരിക്കും. പക്ഷെ നമ്മളതിൽ റേറ്റിൽ വ്യത്യാസം വരും. കാരണം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സാധാരണ ഒരു ജനൽ പൊളീൻ്റെ തിക്നെസ്സോ അങ്ങനത്തെ കാര്യങ്ങൾ നോക്കിയിട്ടൊന്നുമല്ല നമ്മൾ ചെയ്യണം. നമ്മളെ ജനൽ പൊളീൻ്റെ തിക്നെസ് തന്നെ 1 ഇഞ്ച് വരും. അതൊക്കെ അവനവൻ്റെ വീട്ടിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിരിക്കും. ഇപ്പോൾ ഈ കാണുന്ന 2 സിംഗിൾ കള്ളി ജനൽ അത് നമ്മൾ ആ റൂമിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് നമ്മൾ കസ്റ്റമൈസ് ചെയ്യണത്. അതായത് 70 സെൻറ്റിമീറ്ററാണ് അതിൻ്റെ ടോട്ടൽ വീതി വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളെ കട്ടിലയുടെ തിക്നെസ് അല്ലെങ്കിൽ ജനലിൻ്റെ തിക്നെസ് വരുന്നത് തന്നെ 3 ഇഞ്ചാണ്. അപ്പോൾ 4 ഇഞ്ച് ചുമരാണെന്നുണ്ടെങ്കിൽ 2 സൈഡ് പ്ലാസ്റ്ററിങ് കാരണം വരുന്ന സമയത്ത് നമ്മൾ ആ 4 ഇഞ്ചിൻ്റെ ചുമരിനുള്ള ജനൽ ഞങ്ങൾ ഉണ്ടാക്കുന്നത് 4.25 ഇഞ്ചിലാണ്. ഇപ്പോൾ എന്താ ഒരു കാര്യം ഇത് പറയാൻ കാരണം വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര ഈ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ ആയിട്ട് ഒരുപാട് പരസ്യങ്ങളാണ് കട്ട്ള ജനൽ. ഞങ്ങളെപ്പോലെ റയറായിട്ട് ഒരു കമ്പനി മാത്രം കേരളത്തിലുടനീളം ചെയ്യണതല്ല. മുട്ടിന് കമ്പനികളുണ്ട്. ടാറ്റ സ്റ്റീൽ എന്ന് പറഞ്ഞിട്ട് ഇഷ്ടം പോലെ കട്ട്ള ജനൽ അടിക്കുന്ന ഒരുപാട് കമ്പനികളുണ്ട്. അപ്പോൾ നിങ്ങൾ അവിടെ ഒരു ചോദിക്കുന്ന സമയത്ത് ഒരു ജനലിന് 12,500 പറഞ്ഞാൽ ആ 12,500 ജനലല്ല ഞങ്ങൾ വെക്കേണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങൾ കാണുന്നില്ലേ ഇതേപോലെ കസ്റ്റമൈസിങ് ചെയ്ത് വെക്കുമ്പോൾ ഇപ്പോൾ സാധാരണ ഒരു ജനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.35 ഹൈറ്റും അല്ലെങ്കിൽ 3 കള്ളിയാണെങ്കിൽ 1.5 മീറ്റർ, 4 കള്ളിയാണെങ്കിൽ 2 മീറ്റർ, ആ ഒരു രീതിയിലൊക്കെയാണ് വരാറ്. ഒരു കള്ളിയാണെങ്കിൽ 50 സെൻറ്റിമീറ്റർ. അപ്പോൾ ഞങ്ങളെ പ്രൊഫൈലിൻ്റെ തിക്നെസ്സോ കൂടുന്നതിനനുസരിച്ചിട്ട് ഞങ്ങളെ ജനലിന് ഞങ്ങൾ മേടിക്കുമ്പോൾ ഞങ്ങൾക്കത് റേറ്റ് ഒരുപാട് കൂടാറുണ്ട്. 3 കള്ളി 4 കള്ളി എന്നൊക്കെ നമ്മൾ എഗ്രിമെൻറ്റിൽ എഴുതുന്നുണ്ടെങ്കിൽ നമ്മൾ ആ വീടിനൊക്കെ അനുസരിച്ചിട്ട് ആ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് അതിന് എത്രയാണ് എക്സ്പെൻസ് വരുന്നത് അതൊന്നും ഞങ്ങൾ നോക്കാറില്ല. പിന്നെ വലിയ ഒരുപാട് കസ്റ്റമൈസിംഗ് ഒക്കെ വരുമ്പോൾ ഞാൻ അതിന് അഡീഷണൽ ചാർജ് കുറയ്ക്കാറുണ്ട്. നെട്ടോട്ടത്തിൽ ഇപ്പോൾ രാവിലെ കണ്ട സൈറ്റ് തന്നെയാണ് കൂർക്കഞ്ചേരിയിലുള്ള. അങ്ങോട്ട് ഇതുവരെ പോയിട്ട് തിരിച്ച് വന്നിരിക്കുകയാണ്. കൂർക്കഞ്ചേരിയിൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇവിടെ എത്തി. മണ്ണുത്തിയിൽ അന്ന് ഒരു ദിവസം നമ്മൾ രാത്രി ഫുള്ളായിട്ട് നിന്ന് കോൺക്രീറ്റ് ചെയ്തൊരു ചുമര് അത് ലെയറായിട്ട് പോണ വീടിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ മെയിൻ സ്ലാബ് പഠിക്കാൻ അവിടെ ടീം എത്തിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് പോയി പറഞ്ഞു കൊടുക്കണം. ഇതാണ് ഞങ്ങൾ നെട്ടോട്ടം എന്ന് പറയുന്നത്. ഇതും കഴിഞ്ഞിട്ട് രാത്രി 1 മണിക്കാണ് നമ്മൾ കോട്ടയത്ത് എത്തിയത്. കോട്ടയത്ത് എത്തിയ വീഡിയോ നാളെ.